വെൽക്കം ബാക്ക് ടു ലേണിനോ. കീം എക്സാം എഴുതി എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാനിരിക്കുന്നവർക്ക് വേണ്ടി കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ സീരീസ് തന്നെയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് അതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ കേരളത്തിലുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസും അതേപോലെ എയ്ഡഡ് കോളേജസിനെ കുറിച്ചും ഏതൊക്കെയാണ് അവിടെ ബ്രാഞ്ചുകൾ ഉള്ളത്, അതേപോലെ കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെയാണ് നമുക്ക് ഇതില് എത്ര റാങ്ക് വരെയാണ് കഴിഞ്ഞ വർഷം അലോട്ട്മെന്റ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കേരളത്തിലുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് 9 കോളേജുകളാണ് ഉള്ളത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ കോളേജ് ഉണ്ട്. ദെൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ തിരുവനന്തപുരം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി വയനാട്. അപ്പൊ തിരുവനന്തപുരത്ത് 2 കോളേജ് ഉണ്ട്, പിന്നെ തൃശ്ശൂര്, പാലക്കാട്, കോട്ടയം, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, വയനാട്, അങ്ങനെ 9 കോളേജുകളാണ് നമുക്ക് ഗവൺമെന്റ് കോളേജുകളായിട്ടുള്ളത്. അപ്പൊ ഇതിലൊക്കെ തന്നെ നമുക്ക് ഓഫർ ചെയ്യുന്ന കോഴ്സുകളും അതിന്റെ നമ്പർ ഓഫ് സീറ്റ്സും ആണ്. അപ്പൊ ഈ കോഡുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ പ്രോസ്പെക്ടസിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ CS എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്, EC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, EE എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, IT ഇൻഫർമേഷൻ ടെക്നോളജി, ME മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അങ്ങനെ ആ കോഡ് മനസ്സിലാക്കി വെച്ചാലാണ് ഏതൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ആണ്. 700 സീറ്റ് ആണുള്ളത്. അവിടെ ഇലക്ട്രിക്കലിനും അതുപോലെ സിവില്, മെക്കാനിക്കല്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ 120 സീറ്റ് വെച്ചിട്ടുണ്ട്. ബാക്കി നോർമലി 60 സീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അവിടെയൊക്കെ നമുക്കത് 2 ബാച്ച് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ഒന്ന് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, പിന്നെ വരുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. 640ഓളം സീറ്റുകൾ വിവിധ ബ്രാഞ്ചുകളിലായിട്ട് വരുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ എത്ര റാങ്ക് വരെയാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാം, അത് നമ്മൾ ഇനി ഇതിന്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് എത്ര റാങ്ക് വരെ നമുക്ക് പോയിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഈ വർഷം എക്സാക്ട്ലി അങ്ങനെ ആവണമെന്നില്ല. കാരണം കുട്ടികളുടെ ചോയ്സ് മാറാം. കഴിഞ്ഞ വർഷം ഒരു പക്ഷേ കൂടുതൽ ഡിമാൻഡ് ഒരു ബ്രാഞ്ചിന് കാണിച്ചിട്ടുണ്ട്, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം അത് മാറി മറ്റേതെങ്കിലും ബ്രാഞ്ച് ആവും. അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ അത് മാറും. പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഗവൺമെന്റ് കോളേജിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഗവൺമെന്റ് കോളേജുകൾ പോലെ തന്നെ കുട്ടികൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോളേജുകളാണ് എയ്ഡഡ് കോളേജുകൾ. അതിൽ നമുക്ക് മാർ അത്നേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം, അതേപോലെ തന്നെ NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അകത്തേത്തറ. രണ്ടും വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജുകളാണ്. അവിടെ NSS-ലാണെന്നുണ്ടെങ്കിൽ 600 സീറ്റ് ഉണ്ട് ടോട്ടല്. മാർ അത്നേഷ്യസ് കോളേജിലാണെങ്കിൽ 660 സീറ്റ് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഏതൊക്കെയാണ് കോഴ്സുകൾ ഉള്ളതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ആ കോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഓരോ കോഴ്സിനും എത്ര സീറ്റ് വെച്ച് അവിടെ അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് എയ്ഡഡ് ഓട്ടോണോമസ്. ഓട്ടോണോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭരണ അവകാശമുള്ള കോളേജാണ്. അപ്പൊ ഇതും KTയുടെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ അവര് എക്സാം നടത്തുന്നതും അതേപോലെ തന്നെ സിലബസ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒരു ഓട്ടോണോമസ് രീതിയിലായിരിക്കും. അപ്പൊ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജാണ്. എയ്ഡഡ് ഓട്ടോണോമസ് കോളേജാണ്. 860ഓളം സീറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, മിക്കവാറും ബ്രാഞ്ചുകളൊക്കെ 2, 3 ME ഒക്കെ 3 ബാച്ച് വരെയുള്ള കോളേജാണ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. അപ്പൊ നമുക്ക് 9 ഗവൺമെന്റ് കോളേജ്, 2 എയ്ഡഡ് കോളേജ്, ഒരു എയ്ഡഡ് ഓട്ടോണോമസ് കോളേജ്. ഇതാണ് പൊതുവെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി നമ്മൾ സെൽഫ് ഫൈനാൻസിങ് കോളേജസിലേക്ക് അതിനേക്കാളും അപേക്ഷിച്ച് ഫീസ് കുറവായിരിക്കും. വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ഇപ്പൊ നമുക്ക് പ്ലേസ്മെന്റ് കാര്യങ്ങളും ഒക്കെ നല്ല ഇതായിരിക്കും. അതേപോലെ തന്നെ നല്ല ലാബ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഗവൺമെന്റ് കോളേജസ് തന്നെയായിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. ഇനി എത്ര റാങ്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോളേജസിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം.
ഓക്കെ, ഞാനിത് 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുന്നത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലിങ്ക് വെച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് വരെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ ഈ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഓരോ കോളേജിലും വന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് വളരെ ഡിമാൻഡ് ഉള്ള ഒരു ബ്രാഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇത് സ്റ്റേറ്റ് മെറിറ്റ് പിന്നെ ഓരോ കാറ്റഗറിയിലും വന്നിട്ടുള്ള. അപ്പൊ നമ്മൾ ഓപ്പൺ മെറിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ 3546. അപ്പൊ ഏകദേശം ആ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 2000 3000 ആ റേഞ്ചിൽ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തൊക്കെ തേർഡ് അലോട്ട്മെന്റ് കിട്ടും. 649 റാങ്ക് ഉള്ളത് അവർക്ക് വരെ കിട്ടിയിട്ടുള്ളൂ. കാരണം അത്രയും ഡിമാൻഡ് ഉള്ളതാണ്. അപ്പൊ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 3500-നുള്ളിൽ റാങ്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ എക്സ്പെക്ട് ചെയ്യാം. കാരണം കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ അത്രയും ഡിമാൻഡ് ഉള്ള ബ്രാഞ്ചാണ്. അത്രയും റാങ്ക് ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ കോളേജുകളിൽ അഡ്മിഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് കമ്പ്യൂട്ടർ സയൻസിന്. പക്ഷെ ബാക്കിയുള്ള കാറ്റഗറിയിലൊക്കെ ഡിഫറെന്റ് ആണ്. ഈവൺ ഒരു 10,000 ഒക്കെ ഉള്ളവർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഓരോരോ കാറ്റഗറി ഉള്ളവർക്ക് അതിനനുസരിച്ച് അത് കറക്റ്റ് ആയിട്ട് നോക്കാം. ഇനി അടുത്തത് നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്. അഗെയിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ഏറ്റവും അധികം കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന കോളേജാണ്. അവിടെ 860 വരെയാണ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഏറ്റവും റാങ്ക് നോക്കുകയാണെങ്കിൽ 8452 അതാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം. അപ്പോൾ ഒരു 8000 അറൌണ്ട് നിങ്ങൾക്ക് ഒരു റാങ്ക് ഉണ്ടെങ്കിൽ മേ ബി നമുക്ക് ഒരു തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ കിട്ടാൻ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു റാങ്ക് വെച്ചിട്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാളും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് ഈ വർഷം ഡിമാൻഡ് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വർഷത്തെ കാര്യം എന്താണെന്നറിയില്ല. അപ്പൊ എനിവേ നമുക്കൊരു 5000 6000 ഉള്ളിലൊക്കെ റാങ്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, ഏകദേശം ഉറപ്പിക്കാം. ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ കിട്ടണം എന്നില്ല. സെക്കൻഡ് അലോട്ട്മെന്റ്, ഇതിപ്പോ തേർഡ് അലോട്ട്മെന്റിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന അവിടെ ചേർന്നിട്ട് മേ ബി നമുക്ക് സെക്കൻഡോ തേർഡ് അലോട്ട്മെന്റിലൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 5000 അറൌണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം. എനിവേ ഇവിടെ നമ്മൾ ഒരു 8000 വരെയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ റാങ്ക് 10,000 എബവ് ഒക്കെ റാങ്ക് വന്നിട്ട് പോലും കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂര് 11,000-ലാണ്. ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ ഇവിടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ആണെങ്കിൽ 1675 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഓരോ വർഷത്തെ കുട്ടികളുടെ പ്രിഫറൻസും ആ ഒരു കോഴ്സിനുള്ള ഡിമാൻഡും ഒക്കെ അനുസരിച്ചിട്ട് മാറുന്നതാണ്. അപ്പൊ അറൌണ്ട് 10,000 വന്നാൽ പോലും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് കോളേജിൽ കിട്ടും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് പറയുന്നത്. ഇനി സിവിൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കുറച്ചും കൂടെ 17,000 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ മേ ബി അധികം കുട്ടികൾ കഴിഞ്ഞ വർഷം സിവിൽ എഞ്ചിനീയറിംഗ് പ്രിഫർ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അതുകൊണ്ടായിരിക്കും മേ ബി ചിലപ്പോൾ ഈ 17,000 റാങ്ക് വന്നാൽ പോലും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്ത് പോലും 6730 ആ റാങ്ക് വന്ന കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അതാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ കേസ്. അഗൈൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ 20,000 21,000 വരെ നമുക്ക് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കേസിൽ. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഓരോ കോളേജിലും നമുക്ക് ഓരോ കോഴ്സ് ഏത് റാങ്കിൽ കിട്ടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഇത്രയും ബ്രാഞ്ചുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് ഓരോ അലോട്ട്മെന്റിലും എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഗവൺമെന്റ് കോളേജസും എയ്ഡഡ് കോളേജസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസിന്റെ ഡീറ്റെയിൽസ് ആയിട്ട്, അതിപ്പോ IHRDയുടെ കീഴിലുള്ള കോളേജ് അങ്ങനെയുള്ള കോളേജസിന്റെ ഡീറ്റെയിൽസും ഏതൊക്കെ കോളേജാണ് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെൽഫ് ഫൈനാൻസിങ് കോളേജസും അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും. അപ്പൊ ഇത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് മെറിറ്റിൽ തന്നെ ഒരു സീറ്റ് എത്ര റാങ്ക് വരെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അപ്പൊ എല്ലാ വീഡിയോ സീരീസും കറക്റ്റ് ആയിട്ട് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.